ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേണുവിനോട് ചോദിച്ചൂടെ? അച്ഛനൊന്നും അറിയില്ല. എനിക്കെല്ലാം അറിയാം, പക്ഷേ ഞാൻ പറയില്ല. പറയാൻ എന്നെ നിർബന്ധിക്കുകയരുത്. ഈ പ്രദേശം കണ്ടെത്തി ഇവിടെ വേനൽക്കാല വസതി ഉണ്ടാക്കിയ ആ പഴയകാല തമ്പുരാനെ സമ്മതിച്ചേ പറ്റൂ. കൊച്ചു തമ്പുരാനും തമ്പുരാട്ടിയും രാവിലെ അമ്പലത്തിൽ പോയതല്ലേ? നിങ്ങളെല്ലാവരും രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങിയോ? പിന്നല്ലാതെ പറ്റുമോ? ഇത് ഞങ്ങളുടെ ജോലിയല്ലേ. വൈകുന്നേരം വരെ ജോലി ചെയ്യോ? 5 മണി വരെ ജോലി ചെയ്യും. കൊച്ചു തമ്പുരാട്ടി പത്മാവതി തമ്പുരാട്ടിയുടെ തനി പകർപ്പ് തന്നെ. അതേ നടപ്പ്, അതേ ചിരി, പത്മാവതി തമ്പുരാട്ടിയെ കണ്ടതുപോലെ തന്നെ. മേഡം, മേഡം, മേഡം നിന്നേ. അതെന്താ സ്വന്തം അമ്മയുടെ കാര്യം ആരെങ്കിലും പറയുമ്പോ ഒഴിഞ്ഞു മാറുന്ന? കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ. എന്റെ അമ്മയെന്നൊന്നും എനിക്കിപ്പോ പറയാനേ തോന്നുന്നില്ല രാജു. എന്നെ ഉപേക്ഷിച്ചു പോയ എന്റെ അമ്മയെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ ഇഷ്ടമല്ല. കുട്ടിക്കാലം മുതല് ഞാൻ എന്റെ അമ്മയെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നെഗറ്റീവാ. അത് കേട്ടിട്ടുള്ളതല്ലേ, അതായത് മറ്റുള്ളവര് പറഞ്ഞറിഞ്ഞത്. അത് ശരിയാവണമെന്നുണ്ടോ? കേട്ട കഥകളെല്ലാം നെഗറ്റീവായിട്ട് പറഞ്ഞതാണെങ്കിലോ? ഒരുപക്ഷെ മാഡം കരുതിയിരിക്കുന്നത് പോലുള്ള അമ്മ അല്ലെങ്കിലോ ഈ യഥാർത്ഥ അമ്മ? അമ്മ വളരെ നല്ലൊരു സ്ത്രീയായിരുന്നെങ്കിൽ അച്ഛൻ അമ്മയോട് പിണങ്ങുമായിരുന്നോ? ചോദ്യം ശരിയാണ്, പക്ഷെ ആ ചോദ്യത്തിൽ മാത്രമേ ഒരു റൈറ്റ് ഉള്ളൂ. പക്ഷെ ഏതൊരാളെയും ആർക്കും തെറ്റിദ്ധരിപ്പിക്കാം. ഇനി അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് മാഡത്തിന്റെ അമ്മയെങ്കിലോ? അങ്ങനെയാണെങ്കിൽ സ്വന്തം മകളെ ഉപേക്ഷിച്ചിട്ട് ഒരമ്മ പോവോ? ഐ കാൻ ബിലീവ് ഇറ്റ് രാജു. അറിഞ്ഞിട്ടുള്ളതെല്ലാം ഡാർക്ക് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ സ്വന്തം അമ്മയെ ഒരു പ്രാവശ്യം കാണാനുള്ള താല്പര്യം മാഡത്തിന് ഉണ്ടാവേണ്ടതല്ലേ? അമ്മയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും അന്വേഷിച്ചു അച്ഛൻ അറിഞ്ഞ ആ നിമിഷം അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കും. കേട്ടതൊക്കെ ശരിയാവണമെന്നില്ല മാഡം. എല്ലാ ബന്ധങ്ങളുടെ ഇടയ്ക്ക് ചില മീഡിയേറ്റർമാര് കടന്നു കയറാറുണ്ട്. അവര് കുടുംബങ്ങളെ തകർത്തെറിയും. ഇവിടുത്തെ ജോലിക്കാർക്ക് മാഡത്തിന്റെ അമ്മയെക്കുറിച്ച് ശരിക്കും അറിയായിരിക്കുമല്ലോ. ഞാനേ അവരോടൊന്ന് തിരക്കിട്ട് വരാം. രാജു, എന്താ കൊച്ചു തമ്പുരാനെ? ഈ ഋതിക മാഡത്തിന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. മാഡത്തെ പോലെ തന്നെ ആയിരുന്നോ ആ അമ്മയും? ഇതുപോലെ തന്നെ, ഞങ്ങളുടെ ദുർഗാദേവിയെ പോലെ. എന്ത് നല്ല സ്വഭാവമാണെന്നറിയോ? ആ വല്യ തമ്പുരാനെ പോലെ തന്നെ എല്ലാരോടും സ്നേഹവും ആരുടെ സങ്കടം കണ്ടാലും അലിയുന്ന മനസ്സും. ശുദ്ധഗതിക്കാരിയായിരുന്നു. സാക്ഷാൽ സരസ്വതി ദേവിയുടെ കടാക്ഷമുള്ള കുട്ടിയാ. നല്ല ഒന്നാന്തര നർത്തകിയും കൂടിയായിരുന്നു. ആളിപ്പോ ഞങ്ങളുടെ കൂടെ ഇല്ല. എവിടെയാണെന്നറിയോ? കൊച്ചു തമ്പുരാട്ടിയുടെ പ്രായത്തിൽ ഞങ്ങള് കണ്ടതാ. പിന്നെ ഇതുവരെ ഞങ്ങള് കണ്ടിട്ടില്ല. ആ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. കേട്ടെടുത്തോളം
ആ അമ്മ ഒരു പാവമായിരുന്നു. പാവങ്ങളെ തകർക്കാൻ ആർക്കും പറ്റുമല്ലോ. എവിടെയാണെങ്കിലും ഞാൻ അവരെ കണ്ടെത്താം. അമ്മമ്മേ, തൊഴുതു പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു അമ്മമ്മേ. വനദുർഗയാ ഇവിടുത്തെ പ്രതിഷ്ഠ. വിളിച്ചാ വിളി കേൾക്കും ഇവിടുത്തെ അമ്മ. ഈ അമ്മമ്മയെ പോലൊരു ദേവി. നിങ്ങൾ ചെല്ല്. അങ്കിളെ, സാറോ? സാറ് രാവിലെ അമ്പലത്തിലേക്ക് പോയല്ലേ? അതെ. അവിടുത്തെ ഉത്സവം അടുക്കാറായി. അടുത്ത മാസമാ. ഓ, അങ്കിളെ, ഞാനൊരു കാര്യം ചോദിച്ചാ തുറന്നു പറയോ? അത് ചോദ്യം കേട്ടാലല്ലേ പറയാൻ പറ്റൂ. മറ്റൊന്നുമല്ല, എന്റെ ഭാര്യയുടെ അമ്മയെക്കുറിച്ചാ. അവരെവിടെയാ? എന്താ സംഭവിച്ച? ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. ചോദ്യം കേട്ടിട്ട് മറുപടി പറയാമെന്ന്. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥ മാത്രമാണ്. അതിനപ്പുറത്ത് ഒരു അധികാരവും എനിക്കില്ല. നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും ചിലപ്പോ വലിയ ആപത്തുകൾ വിളിച്ചു വരുത്തും. പലതും സാറിന്റെ അച്ഛനറിയാം. വേണുവിനോട് ചോദിച്ചൂടെ? അച്ഛനൊന്നും അറിയില്ല. എനിക്കെല്ലാം അറിയാം. പക്ഷേ ഞാൻ പറയില്ല. പറയാൻ എന്നെ നിർബന്ധിക്കുകയായിരുന്നു. സരസ്വതി തമ്പുരാട്ടിക്ക് അതൊന്നും ഇഷ്ടമാവൂല. ആര് പറഞ്ഞില്ലെങ്കിലും ഞാൻ അത് കണ്ടുപിടിക്കും.